ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ യൂറോയിലെ ഗ്രൂപ്പ് ബിയിലെ ഹെവി വെയ്റ്റ് ക്ലാഷ് ആയിട്ടുള്ള സ്പെയിൻ വേഴ്സസ് ഇറ്റലി മത്സരത്തെക്കുറിച്ചാണ്. സ്പെയിന് 1-0 എന്നുള്ള സ്കോർ ലൈനാണ് വിജയിച്ചുള്ളത്. അവർ റൗണ്ട് ഓഫ് 16 ക്വാളിഫിക്കേഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ മത്സരത്തിലെ 1-0 എന്നുള്ള സ്കോർ ലൈൻ കണ്ടു കഴിഞ്ഞാൽ കളി കാണാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വിചാരിക്കുക വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു മത്സരമായിരുന്നു. അങ്ങനെ 1-0 എന്നുള്ള സ്കോർ ലൈനിന് സ്പെയിന് വിജയിച്ചു കയറി എന്നതായിരിക്കും വിചാരിക്കുക. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് സ്പെയിനിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത്. ഡെലഫ്യുവൻറ്റയുടെ സ്പാനിഷ് സൈഡ്, സ്പലറ്റിയുടെ ഇറ്റാലിയൻ സൈഡിനെ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്യുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ തന്നെ ജിജി ഡൊണറൂമ ഒടുക്കത്തെ കുറേ സേവുകൾ നടത്തിയതുകൊണ്ട് മാത്രമാണ് സ്കോർ ലൈൻ 1-0 എന്നുള്ള നിലയിൽ നിന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം. അപ്പോൾ സ്പാനിഷ് സൈഡിനെ സംബന്ധിച്ചിടത്തോളം കിടിലനായിട്ട് അവരിങ്ങനെ ബോൾ മൂവ് ചെയ്യുന്നു. അവരുടെ 2 വിങ്ങർമാരുണ്ടല്ലോ, ലമീൻ യമാലും നീക്കോ വില്യംസും, ഒരു രക്ഷയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് പ്രോപ്പർ വിങ്ങർമാരിങ്ങനെ 2 വിങ്ങിലും കളിക്കുന്നത് കാണുന്നത് തന്നെ ഭയങ്കര രസമാണെന്നുള്ളതാണ്. അവരിങ്ങനെ ബ്രേവായിട്ട് ടേക്ക് ഓണുകൾ നടത്തുന്നു, ഡ്രിബിളുകൾ ഇങ്ങനെ നടത്തുന്നു, എന്നിട്ട് ആ ബൈലിൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം ക്രോസുകൾ കൊടുക്കുന്നു, കട്ട് ബാക്കുകൾ കൊടുക്കുന്നു, കട്ട് ഇൻസൈഡ് ചെയ്ത് വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നു. അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ അതിൽ തന്നെ ഇവരുടെ 2 പേരുടെയും ചില സ്റ്റാറ്റ്സുകളുണ്ട്. അപ്പോൾ ഈ 16 വയസ്സ് മാത്രമേ ഈ ചെങ്ങായിക്ക് പ്രായമുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ലമീൻ യമാലിന്. എന്നിട്ടോ ഒടുക്കത്തെ ഇമ്പാക്റ്റാണ് ആ റൈറ്റ് വിങ്ങിൽ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ മത്സരത്തിൽ ലമീൻ യമാലിനേക്കാളും ഒരു പടി മുന്നിൽ നിന്ന് പെർഫോം ചെയ്തിട്ടുള്ളത് നീക്കോ വില്യംസ് എന്ന് പറയുന്ന ലെഫ്റ്റ് വിങ്ങറാണ്. അത്ലറ്റിക് ബിൽബാവോയുടെ ലെഫ്റ്റ് വിങ്ങറാണ്. പക്ഷേ ഈ യൂറോ കഴിഞ്ഞാൽ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അവിടെ തന്നെ ചെങ്ങായി ഉണ്ടാവും എന്നുള്ളത് യാതൊരു ഉറപ്പില്ലാത്ത സംഭവമാണ്. ബാർസലോണ അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ട്. ബാർസലോണ എത്രയും പെട്ടെന്ന് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ വരുന്നതിന് മുമ്പ് എവിടെന്നെങ്കിലും കടം വാങ്ങിയിട്ടെങ്കിലും പൈസ കൊടുത്തിട്ട് കൊണ്ടുപോകാണ് നല്ലത്. ലമീൻ യമാൽ നീക്കോ വില്യംസ് കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചീറ്റ് കോഡായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ലാലിഗയിൽ എന്നുള്ളതാണ്. ഓൾറെഡി റയൽ മാഡ്രിഡൊക്കെ ഭീകരമായിട്ടുള്ള സൈനിങ്സും കാര്യങ്ങളും നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് ബാസ ഫക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മേജർ ഫക്കപ്പ് ആകാനുള്ളൊരു സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് നീക്കോ വില്യംസിനെ പൊക്കിക്കൊണ്ടുപോകാൻ ശ്രമിക്കണം ബാഴ്സലോണ, അവിടെ റയൽ മാഡ്രിഡിനൊരു കോമ്പറ്റീഷൻ കൊടുക്കണമെങ്കിൽ. എന്തായാലും റൈറ്റ് വിങ്ങിൽ ലാമാസിയ ഒരു 1.5 മുതലിനെ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാഴ്സയ്ക്കായിട്ട്. ലെഫ്റ്റ് വിങ്ങിലേക്കായിട്ട് ഈ ചെങ്ങാനെ പൊക്കിയാൽ സോർട്ടഡ്. ഏതായാലും ഇവരുടെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പോൾ 2 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ക്രൊയേഷ്യ തകർത്ത മത്സരം നമ്മൾ കണ്ടു. ഇറ്റലിയും അക്ഷരത്തിൽ തകർത്തിരിക്കുകയാണ്. 1-0 എന്നുള്ള സ്കോർ ലൈൻ ആണെങ്കിൽ പോലും തകർത്തു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിൽ ലമീൻ യമാൽ ഇപ്പോൾ 2 മത്സരങ്ങളായിട്ട് ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്, 7 ഡ്രിബിളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 4 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 10 ഡ്യുവലുകൾ വിൻ ചെയ്തിട്ടുണ്ട്. ഇനി നീക്കോ വില്യംസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആൾ 5 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 6 ഡ്രിബിളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 8 ഡ്യുവലുകൾ വിൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇന്നലത്തെ ഗോളിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അതൊരു ഓൺ ഗോളാണ്. പക്ഷേ ആ ഓൺ ഗോളിനും ഈ നീക്കോ വില്യംസിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ശൈലി ഉണ്ടല്ലോ വിങ്ങർമാരുടെ ബെസ്റ്റ് എടുക്കാനായിട്ട്, ഈ ഫുൾ ബാക്കിൻ്റെ അണ്ടർലാപ്പിംഗ് ഓവർലാപ്പിംഗ് റണ്ണ്. അപ്പോൾ വിങ്ങർമാരെ ഡെവലപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്താണ് ഈ ഫുൾ ബാക്കിൻ്റെ പ്രസൻസ് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതി, ഇതൊക്കെ നമുക്ക് ഇന്നലെ കാണാൻ പറ്റുന്നതായിരുന്നു. ആ കുക്കുരയ നീക്കോ വില്യംസ് കൂട്ടുകെട്ട് അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ് ആയിരുന്നു എന്നുള്ളതാണ്. അതിൽ കുക്കുരയുടെ ഓവർലാപ്പിംഗ് റണ്ണാണെങ്കിലും അണ്ടർലാപ്പിംഗ് റണ്ണാണെങ്കിലും മികച്ചതായിരുന്നു എന്നത് എടുത്തു പറഞ്ഞ സംഭവമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡിഫെൻഡിങ്, ഫ്രണ്ട് ഫുട്ട് ഡിഫെൻഡിങ് എല്ലാം മികച്ചതായിരുന്നു. കുക്കുരയ ഇപ്പോൾ ഈ യൂറോയിൽ ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ക്ലാസ് ആയിരുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ ചില സ്റ്റാറ്റ്സുകളിലേക്ക് പോകണം. ഇന്നലത്തെ മത്സരത്തിൽ ചെങ്ങായി 5 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 5 ടാക്കിളുകളിൽ 4 എണ്ണം വിൻ ചെയ്തിട്ടുണ്ട്, 10 ഡ്യൂലുകൾ അറ്റംപ്റ്റ് ചെയ്തതിൽ 8 എണ്ണം വിൻ ചെയ്തിട്ടുണ്ട്, 51 പാസുകൾ അറ്റംപ്റ്റ് ചെയ്തതിൽ 51 എണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ട് 100% പാസിംഗ് ആക്യുറസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഇൻക്രെഡിബിൾ പെർഫോമൻസ് ആണ് ഈ സ്പാനിയാർഡിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ലെഫ്റ്റ് വിങ്ങിൽ ഇവർ 2 പേരും കമ്പൈൻ ചെയ്യുമ്പോൾ റൈറ്റ് വിങ്ങിൽ ലമീൻ യമാലും കാർവഹാലും കമ്പൈൻ ചെയ്യുന്നു നമുക്ക് കാണാൻ സാധിച്ചു. ഇവരുടെ അതേ അളവിൽ അവർ കമ്പൈൻ ചെയ്തിട്ടില്ല, പക്ഷേ സ്റ്റിൽ അവരും കമ്പൈൻ ചെയ്ത് കളിക്കുന്നു. പിന്നെ മിഡ്ഫീൽഡിൽ കൃത്യമായിട്ടൊരു ബാലൻസ് ഉണ്ട്. റോഡ്രി ആ ഒരു ലോൺ 6 എന്ന രീതിയിൽ കളിക്കുന്നു, അവിടെ നിന്ന് ബോൾ സർക്കുലേറ്റ് ചെയ്യുന്നു, അവിടെ എന്താണ് കൺട്രോൾ മിഡ്ഫീൽഡിൽ കൊണ്ടുവരുന്നു. പിന്നെ 2 8കളായിട്ട് ഫാബിയാൻ റൂയിസും പെഡ്രിയും ഇങ്ങനെ റോം ചെയ്ത് കളിക്കുകയാണ്. അതിൽ തന്നെ ഇവർ അവരുടെ പൊസിഷൻ ചില സാഹചര്യങ്ങൾ സ്വിച്ച് ചെയ്യും, ബോക്സിലേക്ക് അവർ ക്രാഷ് ചെയ്ത് വരും. പെഡ്രിയൊക്കെ ഇഷ്ടം പോലെ സ്പേസിലാണ് നിൽക്കുന്നത്. ആ ഒരു പോക്കറ്റ് ഓഫ് സ്പേസിൽ പെഡ്രിക്ക് നിൽക്കുന്നു. പെഡ്രിയെ ട്രാക്ക് ചെയ്യാൻ ഇറ്റലി ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇറ്റാലിയൻ സൈഡിനെ സംബന്ധിച്ചോളം ഈ സ്പാനിഷ് സൈഡിൻ്റെ ബിൽഡപ്പിനെയൊക്കെ ഡിസ്റപ്റ്റ് ചെയ്യാനായിട്ട് അവർ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്പാലറ്റിയുടെ ടീം പ്രസ് ചെയ്യുന്ന ഒരു സൈഡാണ്. അപ്പോൾ അവർ മുമ്പോട്ട് കയറി ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ ഫ്രട്ടേസിയും സ്കമാക്കിയും സ്പാനിഷ് ഡിഫൻഡേഴ്സിനെ ബിൽഡപ്പിൽ ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള പരിപാടിയായിട്ട് അവർ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലപ്പോർട്ടയും നോർമാൻഡിനും ഒക്കെ. അതുപോലെ തന്നെ എന്താണ് മിഡ്ഫീൽഡിൽ ഇപ്പോൾ ജോർജിനിയോ ആണെങ്കിലും ബരേല ആണെങ്കിലും
ഈ സ്പാനിഷ് മിഡ്ഫീൽഡേഴ്സിന് പ്രസ് ചെയ്യുന്നു. പക്ഷേ അപ്പോൾ ഒരു സ്പെയർമാനായിട്ട് നമുക്ക് പെഡ്രി ആ ഒരു പോക്കറ്റ് ഓഫ് സ്പേസിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ പെഡ്രി എങ്ങനെ പിന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇറ്റാലിയൻ ടീമിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ പെഡ്രിയുടെ അടുത്തേക്ക് ഒരു ഡിഫൻഡർ കയറി വരുന്ന സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഇവരുടെ ആ ഒരു ഫ്ലോയെ, അവരുടെ മൂവ്മെൻറ്റിനെ തടുക്കാൻ ഇറ്റലിക്ക് സാധിക്കുന്നില്ല. ആ ഒരു സെൻട്രൽ ഏരിയയിലുള്ള പ്രോഗ്രഷൻ പിന്നെ തുടക്കത്തിൽ സ്പാനിഷ് ടീം നടത്തി അത്ര പിന്നെ അവർക്ക് നടത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു സെൻട്രൽ ഏരിയ പാക്ക് ചെയ്യാൻ ഇറ്റലി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണ്, അപ്പോഴാണ് വൈഡ് ത്രെട്ട് ഉള്ളത്. ഈ നാച്ചുറൽ വിങ്ങർമാരിങ്ങനെ വിളയാടുകയാണ്, ആറാടുകയാണെന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടിയാണ് ചെയ്യുന്നുണ്ടായിരുന്നു. നീക്കോ വില്യംസ് ആണെങ്കിലും ലമീൻ യമാലാണെങ്കിലും അത് ഭയങ്കര രസമായിരുന്നു അത് കാണാൻ. അപ്പോൾ ഈ സ്പാനിഷ് സൈഡ്, ഈ 62കാരനായിട്ടുള്ള ലൂയി ഡെലഫ്യോൻറ്റയുടെ ഈ സ്പാനിഷ് സൈഡ് നമ്മുടെ പഴയ ആ ഒരു അരഗോണിസിൻ്റെ സ്പാനിഷ് സൈഡുമായിട്ട് പല സിമിലാരിറ്റിയും കാണപ്പെടുന്നുണ്ട്. എന്താണ്, കുറേ ഡയറക്റ്റ് അപ്രോച്ച് ഉണ്ട്. പൊസിഷൻ വെറുതെ വെച്ചിട്ട് സൈഡ് വേസ് പാസിങ് പരിപാടികളൊന്നുമല്ല, നേരെ ഡയറക്റ്റായിട്ട് ഒപ്പോണൻറ്റ് ടീമിനെ അറ്റാക്ക് ചെയ്യുന്നു, ലോങ് ബോളുകൾ കൊടുക്കുന്നു, അത്തരത്തിലുള്ള പരിപാടിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ അവർ ഈ ഒപ്പോസിഷൻ ടീമിനെ അറ്റാക്ക് ചെയ്യണം. അത് കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ ടെക്നിക്കൽ ഫുട്ബോളേഴ്സാണ്, അത് സ്പാനിഷ് സൈഡിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള ആ ഒരു ടെക്നിക്കൽ എബിലിറ്റിയും ബോൾ കൊണ്ട് വളരെ കംഫർട്ടബിളായിട്ട് മൂവ് ചെയ്യുന്ന രീതിയും അതോടൊപ്പം ഈ ഡയറക്റ്റ് അപ്രോച്ച് കൂടി കാണുമ്പോൾ ഭയങ്കര രസമാണ് അവരുടെ കളി കാണാനെന്നുള്ളതാണ്. അപ്പോൾ ഇനി മത്സരത്തിൻ്റെ ചില പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഡൊണറൂമിയാണ് മത്സരത്തിൽ തന്നെ മാൻ ഓഫ് ദ മാച്ച്. അതായത് ഒടുക്കത്തെ സേവുകൾ നടത്തിയിട്ടുണ്ട്. അതായത് സ്പാനിഷ് സൈഡ് 20 അറ്റംപ്റ്റുകൾ മൊത്തം നടത്തിയിട്ടുണ്ട്. അതിൽ 9 അറ്റംപ്റ്റുകൾ ടാർഗറ്റിലേക്ക് അടിക്കാൻ സ്പാനിഷ് സൈഡിന് സാധിച്ചിരുന്നു. അതിൽ തന്നെ പലതും ഡൊണറൂമയുടെ മികച്ച സേവുകളായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട സംഭവമാണ്. ഇറ്റാലിയൻ സൈഡാണെങ്കിൽ ആകെ 4 അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുള്ളൂ. അതിന് 1 ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ ആകെ ഒരേ ഒരു അറ്റംപ്റ്റ് ഈ ചെങ്ങായിമാരുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ. പിന്നെ ആ ചേഞ്ചസ് ഒക്കെ വരുത്തിയതിനു ശേഷമാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എനർജി പോലും നമുക്ക് ഇറ്റാലിയൻ സൈഡിൽ കാണാൻ പറ്റുന്നത്. ഇറ്റാലിയൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡി ലോറൻസോ റൈറ്റ് ബാക്ക് തകർന്നു പോയി. ചെങ്ങായിനെ നീക്കോ വില്യംസും കുക്കുരയും കൂട്ടി റോസ്റ്റ് ചെയ്ത് വിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ രീതിയിലാണ് ചെങ്ങായുടെ പരിപ്പിളക്കി കളഞ്ഞത് എന്നുള്ളത് എടുത്ത് പറയണം. ഇപ്പോൾ ബാസ്റ്റോണി ആണെങ്കിൽ ഇറ്റാലിയൻ സൈഡിൽ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെങ്ങായിയാണ്. പുള്ളിക്കാരനൊരു സോളിഡ് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചുള്ളത്. ഒരു കിടിലൻ ഡിഫൻഡറാണ് ബാസ്റ്റോണി. കലഫിയോരിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ഓൺ ഗോൾ അടിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ചിലപ്പോൾ പലരും ക്രിറ്റിസൈസ് ചെയ്യും. അത് ഒരു അൺലക്കി മൊമെൻ്റാണ്. ഓവറോൾ കലഫിയോരിയും മോശമല്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓൺ ദ ബോൾ എബിലിറ്റി പോലും നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്താണ്, ഈ ഡി ലോറൻസോ ശരിക്കും ഇടങ്ങറായി. മിഡ്ഫീൽഡിൽ നിന്ന് റണ്ണേഴ്സ് ഇവരുടെ പിന്നെ വിങ്ങർമാരുടെ റണ്ണുകൾ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈവൻ ഡെവലപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും. ഇപ്പോൾ കേസൊക്കെ റൈറ്റ് വിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് കൂടുതലും അതിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഡിഫൻസീവ് ഏരിയയിലായിരുന്നു. പക്ഷേ സ്റ്റിൽ ആ ഒരു ഏരിയയിലൂടെ നീക്കോ വില്യംസ് ഒക്കെ ത്രട്ടൺ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്, നിക്കോ ബരേലേക്കൊന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ജോർജീനിയൊക്കെ ഓഫുൾ ആയിരുന്നു എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഒരു തരത്തിലും ഒരു കൺട്രോളോ പൊസഷൻ പോലും കുറച്ചു നേരം പിടിച്ചു നിർത്താനൊന്നും ഇറ്റാലിയൻ സൈഡിന് പലപ്പോഴും സാധിക്കാത്ത സാഹചര്യം. അഥവാ ഇനി പൊസഷൻ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ആ ഒരു ഏരിയയിൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഈ കൗണ്ടർ അറ്റാക്കിംഗ് ട്രാൻസിഷൻ സിനാരിയോകൾ 1-2 അവസരങ്ങളൊക്കെ അവർക്ക് ലഭിക്കുമ്പോൾ ബോൾ പെട്ടെന്ന് അവർ സ്പാനിഷ് സൈഡിന് കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ക്ലിയർ ലാക്ക് ഓഫ് ക്വാളിറ്റി പ്രത്യേകിച്ച് ആ ഒരു മിഡ്ഫീൽഡിൽ ഇറ്റാലിയൻ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ എന്താണ് സംഭവം, ലോക്കറ്റേലിയെ ഒന്നും ഈ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ ബെറ്റിംഗ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ഫജിയോലിയെ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ആളെ ഈ 2 മത്സരത്തിലും ചാൻസ് ഒന്നും കൊടുത്തിട്ടില്ല. നേരെ മറിച്ച് ക്രിസ്റ്റാൻറ്റെയൊക്കെയാണ് സെക്കൻഡ് ഹാഫിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്പലറ്റി ക്രിസ്റ്റാൻറ്റേക്ക് ഫൊർഗറ്റബിൾ മത്സരമായിരുന്നു. ആൾക്കൊരു യെല്ലോ കാർഡും കിട്ടി. ഹെവി ടച്ചസും പരിപാടികളും ആൾക്ക് ഒരു തരത്തിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ട സംഭവമാണ്. പിന്നെന്താണ്, മിഡ്ഫീൽഡിൽ അവർക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് ടൊനാലിയാണ്. ടൊനാലിയാണെങ്കിൽ ബെറ്റിംഗ് ബാനിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ഇറ്റാലിയൻ സൈഡിൽ. പിന്നെ ഈവൻ അവരുടെ ആ ഒരു അറ്റാക്കിംഗ് ഡൈനാമിക്സും അത്ര മികച്ചതാണെന്നില്ല. ഇപ്പോൾ കിയേസ റൈറ്റ് വിങ്ങിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. കാമ്പ്യാസോ വന്നിട്ട് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ട്. അപ്പോൾ ചിലപ്പോൾ കാമ്പ്യാസോ ഇപ്പോൾ ആ ക്രൊയേഷ്യക്കെതിരെയുള്ള ക്രൂഷ്യൽ മത്സരത്തിൽ ചിലപ്പോൾ കളിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരും. റൈറ്റ് വിങ്ങിൽ എന്നിട്ട് കിയേസയെ വേണമെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കുന്നതായിരിക്കും കുറേ കൂടി നന്നാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ റാഷ്ഫോർഡ് ലേറ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കി ഇറക്കി നോക്കി. ബിസി പ്ലെയറാണ്, പക്ഷേ കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഇവർക്ക് ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സക്കാനിയെ കൊണ്ടുവന്ന് നോക്കി. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇറക്കി നോക്കി, കാർഡുകൾ ഇറക്കി നോക്കി സ്പാലറ്റി. പക്ഷേ ലാക്ക് ഓഫ് ക്വാളിറ്റി ഉണ്ട് ഈ ഇറ്റാലിയൻ സൈഡിൽ എന്നുള്ളത് എടുത്തു കൊണ്ട് സംഭവമാണ്. അത് നമ്മൾ തുടക്കത്തിൽ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ റിവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ട്രാൻസിഷൻ സൈഡാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം എന്താണ്, ഒരു സോളിഡ് ടീമിനെ അടുത്ത വേൾഡ് കപ്പിലേക്ക് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെലഗ്രിനിക്കും ഫൊർഗറ്റബിൾ മത്സരമായിരുന്നു. ഫ്രട്ടേസി ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞല്ലോ മത്സരത്തിലെ ഇവൻറ്റ്സുകളിലേക്ക് കിടക്കാം സമയം കളയാതെ.
മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ നീക്കോ വില്യംസിൻ്റെ ഒരു കിടിലൻ ക്രോസ് നമ്മൾ കാണാണ്. അതിൽ പെഡ്രിയുടെ മനോഹരമായിട്ടുള്ള ഹെഡർ, ഡൊണറൂമയുടെ ബ്യൂട്ടിഫുൾ സേവ്. അങ്ങനെയാണ് കളി തുടങ്ങുന്നത്. അത് ഒരു പാറ്റേണായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. പിന്നെ ഒരു ലോങ് ബോൾ വരുന്നത് സ്പാനിഷ് ഡിഫൻസീവ് ഏരിയയിൽ ലോങ് ബോൾ വരുന്നു. മൊറാട്ട മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ ആ ഒരു ഹെഡർ വിൻ ചെയ്യുന്നു. എന്നിട്ട് പെഡ്രിക്കാണ് പിന്നെ ഹെഡർ വിൻ ചെയ്ത് കൊടുക്കുന്നത്. പെഡ്രി ഇഷ്ടം പോലെ സ്പേസിലാണ്. പെഡ്രി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നീക്കോ വില്യംസ് മൊറാട്ടയുടെ ആ ഒരു സെൻറ്റർ ഫോർവേഡ് റോളിലേക്ക് അങ്ങോട്ടേക്ക് നീങ്ങി ബോക്സിലേക്ക് നീങ്ങുന്നു. മൊറാട്ട ഒരു ലെഫ്റ്റ് വിങ്ങിലേക്ക് നീങ്ങി പോകുന്നു. അത്തരത്തിലുള്ള റൊട്ടേഷൻ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. മൊറാട്ട എന്നിട്ട് ആ ബോൾ റിസീവ് ചെയ്തിട്ട് ആ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഒരു ക്രോസ് കൊടുക്കുകയാണ് ബോക്സിലേക്ക്. നല്ലൊരു ക്രോസ്. അത് നീക്കോ വില്യംസ് ഹെഡ് ചെയ്യുന്നു. ജസ്റ്റ് വൈഡായിട്ട് പോവുകയാണ്. ജസ്റ്റ് വൈഡായിട്ട് നല്ലൊരു ഹെഡറായിരുന്നു. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വീണ്ടും അവർ ക്രിയേറ്റ് ചെയ്തു. പിന്നെ നോർമാൻ ലമീന് ഒരു പാസ് കൊടുക്കുന്നു. നല്ലൊരു ലൈൻ ബ്രേക്കിംഗ് പാസ് ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് കയറി വന്നിട്ടുണ്ട് ഡിഫൻഡർ ആയിട്ടുള്ള നോർമാൻ. ഇത് ലെഫ്റ്റിൽ നിന്ന് അവരിങ്ങനെ പിന്നെ ആ ബോൾ കുക്കുരയിൽ നിന്ന് നീക്കി റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാണ്. ലമീൻ യമാൽ ആ ബോൾ റിസീവ് ചെയ്ത് ഡിമാർക്കോ എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്കിനെ കറക്കുന്നു. അവിടെ ജോർജീനിയോ ലമീൻ യമാലിനെ പിടിക്കാൻ ശ്രമിക്കുന്നു, നടക്കുന്നില്ല. കലിഫിയോരി പിന്നെ അവസാനം ഒരു ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്വിക്ക് ഫീറ്റ്, ലമീൻ യമാലിൻ്റെ ട്രിക്കറി, അദ്ദേഹത്തിൻ്റെ ഡ്രിബിളിംഗ് എബിലിറ്റി, ഇതൊക്കെ ആയിട്ട് അദ്ദേഹം ഡ്രൈവ് ചെയ്ത് പോയിട്ട് ബോക്സിൽ നിൽക്കുന്ന മൊറാട്ടയെ പിക്ക് ചെയ്യാണ്. മൊറാട്ടയെ സംബന്ധിച്ചോളം അദ്ദേഹം ആ ടച്ച് എടുക്കുന്നത് ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ആംഗിൾ ടൈറ്റാക്കി അവിടെ ഡി ലോറൻസോ മോശമില്ലാത്ത രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം മൊറാട്ടയെ ആ ഒരു റൈറ്റ് ഏരിയയിലേക്ക് ബോക്സിൻ്റെ റൈറ്റ് ഏരിയയിലേക്ക് കൊണ്ട് എന്നിട്ട് പിന്നെ മൊറാട്ട അടിച്ച ഷോട്ട് അവിടെ ഡൊണറുമ സേവ് ചെയ്തു. ആ ഒരു ആംഗിൾ ഡിഫിക്കൽട്ടായി മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാബിയാൻ റൂയിസിൻ്റെ ഒരു കിഡിലൻ ലോങ് റേഞ്ചർ അറ്റംപ്റ്റ് ഡൊണറുമ സേവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അത് ഇറ്റലിക്ക് പൊസിഷൻ കീപ്പപ്പ് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിൽ ബോൾ വിൻ ബാക്ക് ചെയ്തിട്ടാണ് സ്പാനിഷ് സൈഡിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു അറ്റാക്ക് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ അഗെയിൻ നീക്കോ വില്യംസിനെ ഡബിൾ അപ്പ് ചെയ്തിരിക്കുകയാണ് ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ. അപ്പോൾ ആ ഒരു അവസരത്തിൽ അദ്ദേഹം ബോക്സിലേക്ക് ഒരു പാസ് കൊടുത്തത് അത് പിന്നെ ഇറ്റാലിയൻ സൈഡ് ആ പൊസിഷൻ വിൻ ബാക്ക് ചെയ്തു. എന്നിട്ടൊരു കൗണ്ടർ അറ്റാക്കിങ് നടത്തി. ആ കൗണ്ടർ അറ്റാക്കിങ് അവസാനം കിയേസയുടെ അടുത്തേക്ക് എത്തുകയാണ്. കിയേസ റൈറ്റ് വിങ്ങിലുള്ള കിയേസ ബോക്സിൻ്റെ തൊട്ട് പുറത്തുനിന്ന് ഒരു ഷോട്ട്, ഒരു ലോങ് റേഞ്ചർ അറ്റംപ്റ്റ് നടത്തി. അതാണ് ഇറ്റാലിയൻ സൈഡിൻ്റെ ഫസ്റ്റ് ഹാഫിലെ ഏക ഷോട്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫിലെ സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ 9 അറ്റംപ്റ്റുകൾ സ്പാനിഷ് സൈഡ്, അതിൽ 4 അവർ ടാർഗറ്റിലേക്ക് അടിക്കുന്നു. 61% പൊസിഷൻ സ്പെയിനുണ്ട്, 39% മാത്രമേ ഇറ്റാലിയൻ പൊസിഷനുള്ളൂ. ആകെ ഒരേ ഒരു അറ്റംപ്റ്റ്, അതും ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചില്ല. സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ തന്നെ എന്താ പറയുക, ചേഞ്ച് വരുത്തിയിട്ടുണ്ട് നമ്മുടെ സ്പാലറ്റി. കാരണം മിഡ്ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രട്ടേസിയെ പിൻവലിക്കുന്നു, കാമ്പ്യാസയെ കൊണ്ടുവരുന്നു, ജോർജീനിയെ പിൻവലിക്കുന്നു, ക്രിസ്റ്റാൻഡയെ കൊണ്ടുവരുന്നു. പക്ഷേ ക്രിസ്റ്റാൻഡയ്ക്കും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അദ്ദേഹം പിന്നെന്താ പറയുക, അത്ര ക്വാളിറ്റിയുള്ള ഒരു ഫുട്ബോളറൊന്നുമല്ല. ഒരു സ്ക്വാഡിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ കാമ്പ്യാസോ ഒരു ബിസി പ്ലെയറാണ്. അദ്ദേഹം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ സ്പാനിഷ് സൈഡ് കൂടുതൽ കൺട്രോൾ എടുക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റിയത്. കൂടുതൽ ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ കുക്കുറയ നീക്കോ വില്യംസ് കൂട്ടുകെട്ട് അങ്ങോട്ട് തളിർക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അഗെയിൻ നീക്കോയെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് ബോൾ അദ്ദേഹത്തിലേക്ക് എത്തുമ്പോൾ. പക്ഷേ അവിടെയാണ് കുക്കുറയുടെ മനോഹരമായിട്ടുള്ള ഇൻസൈഡ് അണ്ടർലാപ്പിംഗ് റണ്ണ് നമ്മൾ കാണുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരത്തിലുള്ള ഒരുപാട് ഇൻസ്റ്റൻസുകൾ നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇത്തവണ നീക്കോ വില്യംസ് പിന്നെ കുക്കുറയെ പിക്ക് ചെയ്യുന്നു. കുക്കുറയെ നല്ലൊരു കട്ട് ബാക്ക് കൊടുക്കുന്നു. കട്ട് ബാക്ക് കൊടുത്തത് പെഡ്രിയിലേക്കാണ് എത്തിയിട്ടുള്ളത്. പെഡ്രി നല്ല രീതിയിൽ ബോക്സിൽ പൊസിഷൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ജസ്റ്റ് വൈഡായിട്ട് പോയി. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു സ്പെയിൻ അംശമുള്ള മത്സരത്തിൽ ലീഡ് എടുക്കാൻ. ഇതുവരെ സ്പാനിഷ് സൈഡിന് ഉണ്ടാക്കിയ ചാൻസുകൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ ഈ നീക്കോ വില്യംസിൻ്റെ ഏരിയയിലൂടെ തന്നെയാണ് സ്പാനിഷ് സൈഡ് ലീഡ് നേടുന്നത്. കലിഫിയോരിയുടെ ഓൺ ഗോളാണ് നമ്മൾ കാണുന്നത്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ അഗെയിൻ ഗ്രേറ്റ് വിങ് പ്ലേ നമുക്ക് നീക്കോ വില്യംസിൻ്റെ അടുത്ത് കാണാൻ സാധിക്കുകയാണ്. അദ്ദേഹം ലെഫ്റ്റ് വിങ്ങിൽ ബോൾ അദ്ദേഹത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ കട്ടിൻ സൈഡ് ചെയ്യാൻ നോക്കുന്നു. എന്നിട്ട് ഫേക്ക് ഇടുന്നു. ഡി ലോറൻസോ ഇടങ്ങേറാകുന്നു. എന്നിട്ട് അദ്ദേഹം പിന്നെ ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുന്നു. മൊറാട്ട ഹെഡ് ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലിക്ക് ഹെഡറാണ് അത്. കലിഫിയോരി അവിടെ പിന്നെ ഒന്ന് ബേജാറായി. അദ്ദേഹം അവിടെ കാല് വെക്കുന്നു. അത് സ്വന്തം വലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. കാരണം അദ്ദേഹം ബേജാറാകാൻ എന്താ കാരണം വെച്ചാൽ മറ്റ് സ്പാനിഷ് പ്ലേയേഴ്സ് തൻ്റെ അടുത്തുണ്ടാകും എന്നുള്ളൊരു ചിന്തയുടെ പുറത്ത് തന്നെയായിരിക്കും. അങ്ങനെ 55-ാം മിനിറ്റിൽ വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ലീഡ് ഓൺ ഗോളിലൂടെ ആണെങ്കിൽ പോലും സ്പാനിഷ് സൈഡ് എടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഈ സ്പെയിൻ സൈഡിനെ സംബന്ധിച്ചോളം നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ക്ലിനിക്കൽ അല്ലാത്തൊരു പ്രശ്നം ചിലപ്പോൾ അവരെ ഈ നോക്കൗട്ട് സ്റ്റേജിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അവരുടെ ഫ്ലൂയിഡിറ്റിയും കാര്യങ്ങളൊക്കെ കിടലാണ്. പക്ഷേ ആ ക്ലിനിക്കൽ നേച്ചർ കൂടി വരണം. അതില്ലെങ്കിൽ ചിലപ്പോൾ ഇടക്ക് വെച്ച് അവർക്ക് പണി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു പോവുകയാണ്.
പിന്നെ ഈ മത്സരത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഡൊണറൂമ അസാധ്യമായിട്ടുള്ള സേവുകൾ നടത്തിക്കൊണ്ടാണ് അവർക്ക് കൂടുതൽ ഗോൾ കടിക്കാൻ പറ്റാതിരുന്നത്. പക്ഷേ സ്റ്റിൽ അവർ കുറെ കൂടി ക്ലിനിക്കലാകേണ്ടതുണ്ട്. അതും ഈ അവസരത്തിൽ പറഞ്ഞു പോകണം. പിന്നെ ലമീൻ പെഡ്രി കോമ്പിനേഷൻ നമ്മൾ ആ റൈറ്റ് സൈഡിൽ കാണുന്നതായിരുന്നു. അതിൽ തന്നെ ലമീൻ പെഡ്രിയുടെ ബോക്സിലേക്കുള്ള റണ്ണ് പിക്ക് ചെയ്യുമ്പോൾ ഡൊണറൂമ കയറി വന്ന് അവിടെ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. പിന്നെ മൊറാട്ടയുടെ ഒരു ലോങ് റേഞ്ചർ അറ്റംപ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഡൊണറൂമ സേവ് ചെയ്യുന്നു. അഗെയിൻ സ്മൂത്ത് ആയിട്ടുള്ള പിന്നെ മൂവ്മെൻറ്റും പാസിംഗ് ഒക്കെയാണ് നമുക്ക് ഈ സ്പാനിഷ് സൈഡിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ റോഡ്രി എല്ലാ ആക്ഷൻസിലും ഇൻവോൾവ് ആണ് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ എടുത്ത് പറയേണ്ടതായിട്ടുള്ള സംഭവമാണ്. ഒപ്പം ഫാബിയൻ റൂയിസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫാബിയൻ റൂയിസ് ഒരു അണ്ടർ റേറ്റഡ് പെർഫോമൻസ് ആണ് ഈ ഒരു മത്സരത്തിലും കാഴ്ചവെച്ചിട്ടുള്ളത്. ഫസ്റ്റ് മത്സരത്തിൽ അദ്ദേഹം ഗോളും അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആളുകൾ കൂടുതൽ സംസാരിക്കും. പക്ഷേ ഫാബിയൻ റൂയിസ് വൺസ് അഗെയിൻ നല്ല പെർഫോമൻസ് ആണ്. പെഡ്രി നല്ല രീതിയിൽ ഗ്ലൈഡ് ചെയ്ത് കളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. റോഡ്രി പെഡ്രി ആ ഒരു ഫാബിയൻ റൂയിസ് കോമ്പിനേഷൻ മിഡ്ഫീൽഡിൽ ബ്യൂട്ടിഫുൾ ആയിരുന്നു, സ്മൂത്ത് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു കോർണറിൽ നിന്നുള്ള ഒരു ഹെഡർ നമ്മൾ സ്പാനിഷ് സൈഡിൽ നിന്ന് കാണുകയാണ്. അത് കാമ്പ്യാസോ ഗോൾ ലൈൻ ക്ലിയറൻസ് നടന്നു നമ്മൾ കണ്ടു. പിന്നെ ലമീനും ഒരു ലോങ് റേഞ്ചർ അറ്റംപ്റ്റ് നടത്തി. അതും പിന്നെ ജസ്റ്റ് വൈഡായിട്ട് പോകുന്ന ഒരു സാധനമാണ് നമ്മൾ കണ്ടത്. അതും ആ ഒരു റൈറ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കേളർ അറ്റംപ്റ്റാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെന്താണ് ഈ കുക്കുറയുടെ അണ്ടർലാപ്പിംഗ് റണ്ണ് ഈ നീക്കോ വില്യംസിന് എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ആ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു ഡിഫൻഡറിനെ ഈ ഡെവലപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെ ഒരാൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടുപോകും ഈ കുക്കുറയെ പോകുന്ന വഴിക്ക്. അപ്പോൾ എന്താണ് ഈ ചങ്ങായിക്ക് വേണമെങ്കിൽ കട്ടിൻ സൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഔട്ട് സൈഡിലേക്ക് പോകാം. അപ്പോൾ അവിടെ സെപ്പറേഷൻസ് ഉണ്ടാക്കാനും വിങ്ങറെ സംബന്ധിച്ചോളം സെപ്പറേഷൻസ് ഉണ്ടാക്കാൻ സ്വയം അദ്ദേഹത്തിന് കഴിവുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുക്കുറയുടെ പ്രസൻസും അദ്ദേഹത്തിൻ്റെ സ്പേസും അവിടെ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹം കട്ടിൻ സൈഡ് ചെയ്തിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ആ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന്. അത് ബാറിൽ തട്ടി പോകുന്നൊരു കാര്യമുള്ളതാണ്. അത് അൺലക്കി ആയിരുന്നു നീക്കോയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇതിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ കുറേ ചേഞ്ചസുകൾ ഡെലഫ്യൂവിൻ്റെ വരുത്തിയിട്ടുണ്ടായിരുന്നു. 71ാമത്തെ മിനിറ്റിൽ പെഡ്രയും യമാലിനെയും പിൻവലിച്ചിട്ട് ഫെറാൻ ടോറസിനെയും ബയനെയും കൊണ്ടുവന്നു. പിന്നെ 78ാമത്തെ മിനിറ്റിൽ നീക്കോയും പിൻവലിച്ചിട്ട് അയോസി പെരസിനെ ഒരു ലെഫ്റ്റ് വിങ്ങിലിട്ടു. ഒയർസബാലിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മൊറാട്ടയ്ക്ക് പകരം. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് വന്നപ്പോഴാണ് കുറച്ചുകൂടെ പിന്നെയും ഇറ്റലി ഒന്ന് ഫ്രഷനപ്പ് ആയിട്ടുണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ബെഞ്ചിൽ നിന്ന് വരുന്ന ക്വാളിറ്റി അത്ര മികച്ചതല്ല എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് ഈ സ്പാനിഷ് സൈഡിനെ സംബന്ധിച്ചിടത്തോളം. ഗുഡ് പ്ലെയേഴ്സ് തന്നെയാണ്, പക്ഷേ ഈ ലോങ് റണ്ണിൽ ഈ ടൂർണമെൻറ്റിലെ ലോങ് റണ്ണിൽ ചിലപ്പോൾ അതും സ്പാനിഷ് സൈഡിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നല്ല ഫ്രീ ഫ്ലോയിങ് ഫുട്ബോളാണ് അവർ കാഴ്ചവെച്ചുള്ളത്. പക്ഷേ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ എല്ലാം പറഞ്ഞു പോകണമല്ലോ, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകണമല്ലോ എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. അയോസി പെരസ് എന്തായാലും നല്ലൊരു ക്യാമിയോ ആണ് കാഴ്ചവെച്ചുള്ളത്. 2 ഓപ്പർച്യൂണിറ്റികൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടും ഡൊണറൂമ മനോഹരമായിട്ട് സേവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതിൽ തന്നെ ഒരെണ്ണം ഫാബിയൻ റൂയിസിന് നല്ലൊരു ലോങ് ബോൾ ഈ ഡിലറൻസോ എട്ടങ്ങേറായി, നീക്കോ വില്യംസുമായിട്ട് ഇടങ്ങറായി, അയോസി പെരസുമായിട്ട് ഇടങ്ങറായി. അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഈ ദിവസം എങ്ങനെയും മറന്നു പോയാൽ മതി എന്നായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ് ഡിലോറൻസോ. അപ്പോൾ എന്തായാലും അങ്ങനെ സ്പാനിഷ് സൈഡ് 1-0 എന്നുള്ള സ്കോറിൽ വിജയിച്ചിരിക്കുകയാണ്. ഇറ്റാലിയൻ സൈഡിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ത്രട്ടും ഇല്ല. പിന്നെ എന്താണ് ഒരു കോർണറിൽ നിന്നൊരു ഫ്ലിക്കുള്ള ഒരു അറ്റംപ്റ്റ്, ഇതൊക്കെയാണ് ഇറ്റാലിയൻ സൈഡിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും. പിന്നെ ഒരു ഫ്രീ കിക്ക് എന്നുള്ള അവരുടെ ഒരു അറ്റംപ്റ്റ്, അതും പിന്നെ വളരെ വേവഡായിട്ടുള്ളൊരു അറ്റംപ്റ്റ്. ഇത്രയേ ഉള്ളൂ. ആകെ 4 അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുള്ളൂ. വളരെ 0.20 താഴെയായിരുന്നു ഈ ഇറ്റാലിയൻ സൈഡിൻ്റെ XG എക്സ്പെക്റ്റഡ് ഗോൾസ്. അതായത് ചാൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഈ സ്പാനിഷ് സൈഡിൻ്റെ ആണെങ്കിൽ 2 മുകളിലായിരുന്നു അവരുടെ എക്സ്പെക്റ്റഡ് ഗോൾസ്. അപ്പോൾ അങ്ങനത്തെ ഒരു മത്സരമായിരുന്നു. ഈ സ്പാനിഷ് സൈഡ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സൈഡ് തന്നെയാണ്. അവർ ടൈറ്റിൽ അടിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു സൈഡാണ്. പക്ഷേ അവരുടെ ആ ഒരു ഫൈനലിലേക്കുള്ള റണ്ണിൽ ഇവർ ചിലപ്പോൾ ആ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിൽ ജർമ്മനിയുമായിട്ട് മുട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊരു ത്രില്ലിങ് എൻകൗണ്ടർ ആയിരിക്കും, ഒരു ത്രില്ലറായിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ക്ലിനിക്കാലിറ്റി ഇല്ലായ്മ ആ ഒരു സൈഡിനെ ചിലപ്പോൾ നോക്കൗട്ട് സ്റ്റേജിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഫ്രീ ഫ്ലോയിങ് ബ്യൂട്ടിഫുൾ ഡയറക്റ്റ് ഫുട്ബോളാണ് അവർ കാഴ്ചവെക്കുന്നത്. പൊസഷൻ വെറുതെ ആ പൊസഷൻ വെക്കാനായിട്ട് പൊസഷൻ വെക്കുകയല്ല ഈ സ്പാനിഷ് സൈഡ്. അതുകൊണ്ട് തന്നെയാണ് ഡെലഫ്യൂവിൻ്റെ സൈഡിനെ, അവരുടെ ഗെയിമിനെ നമുക്ക് ഇഷ്ടപ്പെടുക. എന്തായാലും ഈ ഗ്രൂപ്പിലെ ഡൈനാമിക്സ് ഭയങ്കര രസമാണ്. ആർക്ക് വേണമെങ്കിലും ഇപ്പോഴും ക്വാളിഫൈ ചെയ്യാൻ പറ്റും. സ്പെയിന് മാത്രമേ ഉറപ്പായിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരം വളരെ ഇമ്പോർട്ടൻ്റ്. ക്രൊയേഷ്യക്ക് ഒരു വിജയം വേണം, ഇറ്റലിക്ക് ഒരു സമനില മതി. അൽബേനിയയ്ക്ക് സ്പെയിനെതിരെ വിജയിക്കണം. അത് ബുദ്ധിമുട്ടുള്ള സംഭവമാണ്, പക്ഷേ ഫുട്ബോളല്ലേ, എന്ത് സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് രസകരമായിട്ടുള്ള ലാസ്റ്റ് ഗ്രൂപ്പ് ഗെയിം മത്സരങ്ങളാണ് ഈ ഗ്രൂപ്പിൽ നമ്മളെ കാത്തിരിക്കുന്നത്. മാത്രമല്ല സ്പലെറ്റി ഒരു ക്ലെവർ മാനേജറാണ്. അപ്പോൾ അദ്ദേഹം സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി എനിക്കുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റേ അദ്ദേഹത്തിൽ നമുക്ക് കാണാം. ഗുഡ് ബൈ.